നീ എന്തോന്നല്ലേ എഴുതുന്ന? ഞാൻ അസൈൻമെന്റ് എഴുതുന്നു. അസൈൻമെന്റോ? അസൈൻമെന്റ് ഇങ്ങനെയല്ല എഴുതാനുള്ള. പിന്നെ നിനക്ക് അറിഞ്ഞൂടെ? അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അസൈൻമെന്റ്സ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള പ്രൊസീജിയേഴ്സ് നോക്കാം. അസൈൻമെന്റ്സ് എങ്ങനെ വേണമെങ്കിലും എഴുതി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരു 20 മാർക്സിന്, അതായത് നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു മാർക്കാണത്. അപ്പോൾ അത് വളരെ നീറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂടുതലും നമ്മൾ അസൈൻമെൻറ്റ്സ് എഴുതാനുള്ളത് അസൈൻമെൻറ്റ്സ് പേപ്പറിലാണ്. അത് ബുക്ക് സ്റ്റോളിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ചില കുട്ടികളൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതെന്താണ് അസൈൻമെൻറ്റ്സ് പേപ്പർ, എന്താണ് ടീച്ചറെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് അസൈൻമെൻറ്റ്സ് പേപ്പർ. അതായത് ഇതുപോലെ ബോർഡർ ഉള്ള ഒരു പേപ്പറിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ്സ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ബുക്ക് സ്റ്റോളിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ A4 സൈസ് പേപ്പർ മേടിച്ചതിന് ശേഷം ബോർഡർ വരച്ച് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി ഇത് എഴുതുന്നത് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്നറിയോ? അതായത് 5 അസൈൻമെൻറ്റ്സും 6ാമതൊരു പ്രോജക്റ്റും, അങ്ങനെ ടോട്ടൽ ഓരോ സബ്ജക്ട്സിനും 6 ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും എയും ബിയും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിയതിന് ശേഷം അതിൽ എ ഓപ്ഷനാണോ ബി ഓപ്ഷനാണോ എഴുതുന്നതെന്ന് നോക്കിയിട്ട് കൃത്യമായി മെൻഷൻ ചെയ്തതിന് ശേഷം മാത്രം അസൈൻമെൻറ്റ്സ് എഴുതുക. ഓരോ ക്വസ്റ്റ്യനും എഴുതുക. ഓക്കെ, അസൈൻമെൻറ്റ്സ് എഴുതുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 1 എ ആണോ ബി ആണോ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനും ആൻസറും എഴുതുകയാണ്. അതിനുശേഷം ആ ബാലൻസ് വന്ന പോർഷനിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 അതിൻ്റെ എ ആണോ ബി ആണോ ഓപ്ഷൻ. അങ്ങനെ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനുശേഷം 4ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. അതിനുശേഷം കാണാൻ പറ്റും 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, എ ഓപ്ഷനിൽ ആൻസറും എഴുതി. അതിനുശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ സ്പേസ് ഉണ്ടെങ്കിലും 6ാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ഫ്രഷ് പേപ്പറിൽ മാത്രമേ എഴുതാവുള്ളൂ കേട്ടോ. ഇനി എത്ര സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ എഴുതി സ്റ്റോപ്പ് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു ഫ്രഷ് പേപ്പറിൽ മാത്രമേ എഴുതാവൂ. കാര്യം അത് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് എഴുതിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഷീറ്റ് സെറ്റ് ചെയ്യണം. ഫ്രണ്ട് ഷീറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിൽ വെക്കാനുള്ളത് ഇതുപോലൊരു പേപ്പറാണ് കേട്ടോ. അസൈൻമെൻറ്റ്സ് നമ്മൾ ഏത് സബ്ജക്റ്റാണോ എഴുതുന്നത്, സബ്ജക്റ്റും സബ്ജക്റ്റ് കോഡും നമ്മുടെ പേരും. അതിനുശേഷം നമ്മൾ 5 ക്വസ്റ്റ്യൻ എഴുതിയത് ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പേപ്പറും കൂടെ വെക്കണം. ഇതേ കണ്ടോ, പ്രോജക്റ്റ്, ഫിസിക്സ്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ കോഡ്. ഇങ്ങനെയാണ് നമ്മൾ അസൈൻമെൻറ്റ്സ് എഴുതാനുള്ള ഒരു പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അസൈൻമെൻറ്റ്സ് എഴുതാനുള്ളത് ഫ്രണ്ട് ഷീറ്റിൽ പേപ്പർ, അസൈൻമെൻറ്റ് എന്നുള്ള പേപ്പർ വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് എഴുതുക. ക്വസ്റ്റ്യൻ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് എഴുതുക. അതിനുശേഷം 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ മുന്നേ ആയിട്ട് പ്രോജക്റ്റ് എന്നൊരു പേപ്പർ വെച്ചതിന് ശേഷം 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. അസൈൻമെൻറ്റ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അസൈൻമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ പേപ്പറും ഇതുപോലെ ഓർഡറിനാണ് നമ്മൾ അസൈൻമെൻറ്റ്സ് പേപ്പർ ഓർഡറിന് വെച്ച് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 5 MB കൂടരുത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 MB കൂടാതെയുള്ള ഫയലായിട്ട് വേണം, PDF ആയിട്ട് വേണം അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.